നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ റീഡിങ്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിത പുരോഗതിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ കറൻറ്റ് സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ കറൻറ്റ് ടൈം എന്താണെന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്താണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഇൻഫർമേഷൻസ് ലഭിക്കാനും അതിനോടനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സഹായിക്കും. അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ മാജിക്കായ അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. അതിനകത്ത് ഒരു മടിയോ ഒരു സംശയമോ നിങ്ങൾ വെക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കരിയർ പാതയിൽ മാറ്റങ്ങൾ വരണം, ഉയരണം, ഏത് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ചുവട് വെക്കണം, ചുവട് വെക്കണം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക. 11 പ്രാവശ്യം 11 ടെക്നിക്ക് എന്ന് പറയും. 11 പ്രാവശ്യം നിങ്ങൾ ഡെയിലി അത് എഴുതാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, നിങ്ങളുടെ ലൈഫിൽ കടബാധ്യതകളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു മാസം എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും സമാധാനപ്രദമായിട്ട് കടന്നു പോകണമെങ്കിൽ നിങ്ങൾക്കൊരു മാസം എത്ര രൂപ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപ സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, ആ ഫിനാൻസ് നിങ്ങളിൽ വന്നു ചേർന്നു എന്ന സിറ്റുവേഷൻസ് അത് തന്നെ നിങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഇത്ര രൂപ കടം കൊടുക്കണം, ഇത്ര ലോൺ അടയ്ക്കണം, ഇങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ, ഒരു മാസം 5 ലക്ഷം രൂപയാണ് വേണ്ടെങ്കിൽ എല്ലാ മാസവും 5 lakhs വെച്ച് 5 ലക്ഷം രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതിന്, നാനാ മാർഗങ്ങളിൽ നിന്ന് വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്നേ പറയാവുള്ളൂ. മറ്റുള്ള ഒരു കേസുകളും അതിൽ കണക്ട് ചെയ്യല്. പോസിറ്റീവ് ആകുന്ന വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കടെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, മക്കളുടെ മാര്യേജ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എല്ലാം ബ്ലോക്കേജ് ആണെങ്കിൽ അത് നിങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പം അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ വളരെയധികം പരിശുദ്ധമാക്കുക. മൈൻഡ് ക്ലെൻസിങ് ലെറ്ററാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. റൈറ്റ് ഹീലിംഗ് എഴുതി കത്തിച്ച് കളയണം കേട്ടോ. 100 വട്ടം ഞാൻ പറയുന്നുണ്ട്. അഫർമേഷൻസ് നിങ്ങളുടെ ജീവിത വിജയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് അഫർമേഷൻസ്. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട, നമുക്കിനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിന്നും ചില പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് പുറത്ത് കടക്കാനുള്ളൊരു മാർഗമാണ് റൈറ്റ് ഹീലിംഗ്. അത് എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുക. ആ ഒരു പേഴ്സണെക്കുറിച്ചോ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല. വളരെ ഫ്രഷ് ആവും. നിങ്ങളെ ഹെൽത്ത് പരമായിട്ടാണേലും ഇമോഷണൽ പരമായിട്ടാണേലും ഇൻ്റലക്ച്വൽ പരമായിട്ടാണേലും എല്ലാം നിങ്ങൾ വളരെ ഫ്രഷായി തീരും റൈറ്റ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എപ്പോഴും നന്ദി പറയാനും ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹയറോഫെൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ. ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു മധ്യസ്ഥത, ഒരു ചർച്ചയുടെ എനർജി കാണുന്നുണ്ട്. ആയിരിക്കുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാവാം, ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യമാകാം, കുടുംബപരമാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ സംബന്ധിച്ച് ലീഗലി നമ്മൾ കണക്ട് ചെയ്യുന്നതാവാം. ഒരു മധ്യസ്ഥത ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഒരു കൗൺസിലിംഗ് പോലുള്ള എന്തെങ്കിലും കാര്യമാവാം. എന്താണെങ്കിലും നിങ്ങൾക്കൊരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നോ ഈ ദിവസങ്ങളിലോ അടുത്ത സമയങ്ങളിലോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും വളരെ സത്യസന്ധതയോടുകൂടിയും വളരെയധികം സ്പിരിച്വൽ വിസ്ഡം, വളരെ വിവേകത്തോടു കൂടിയും നിങ്ങൾ കണക്റ്റ് ചെയ്യണം. ശരിക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കും കേട്ടോ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഡോർ ഓപ്പണിംഗ് ആകുന്നു. സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങൾക്കൊരു മധ്യസ്ഥത ഉടനെ ഉണ്ടാകുന്നു. മറ്റൊരാളുടെ ഒരു മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തി കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ
പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയൊരു അവസരം അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ആ ഒരു നെഗറ്റീവ് പ്രസൻസിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരു കാർമിക് സമയമാണ്, മോശം സമയമാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും മോശമായൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു മധ്യസ്ഥത, ഈ ഒരു പ്രോബ്ലംസിൽ നിങ്ങൾ പെടേണ്ടി വന്നിരിക്കുന്നത്. ഒരു പക്ഷേ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചതിൻ്റെ ഫലമായിട്ടാവാം, കരിയർ പരമാകുന്ന പാതയെ ബേസ് ചെയ്തുണ്ടായൊരു കാര്യമാവാം. അതല്ല എങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തോ എന്തോ ഒരു പുതിയൊരു ഒരു പക്ഷേ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതുമാവാം. ഒരു അശ്രദ്ധയും അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ്, ഒരു മായാവലയത്തിൽ പെട്ടതാണ് കേട്ടോ. ഒരു ചതിയിൽ പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഒരു പക്ഷേ കോടതിപരമായിട്ടോ മറ്റ് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലോ പെട്ടതായിട്ട് കാണുന്നത്. ഒരു ചീറ്റിംഗ് പ്രസൻസ് ആണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വിശ്വസിച്ചൊരിടത്ത് നിന്നാവാം, അതല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം, ഒരു അശ്രദ്ധയുടെ ഫലമായിട്ടാവാം. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കിയൊരു എനർജി എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഏസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കരിയർ പാതയിലേക്കൊരു പുതിയ തുടക്കത്തിനുള്ള അല്ലെങ്കിൽ പുതിയ ചില ഓപ്പർച്യൂണിറ്റീസുകൾ, നിങ്ങൾ ആഗ്രഹിച്ച ചില മാർഗങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ഒരു സക്സസിൻ്റെ ഒരു ഫീലിങ്സ് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ബന്ധത്തെ ബേസ് ചെയ്തൊക്കെ ആവാം. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തെയോ ഒക്കെ ബേസ് ചെയ്താവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ചില സ്ഥലങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ അതിനു പകരമായി മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഈക്വൽ ആക്കാനായിട്ട് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു ഒരു അബണ്ടൻസ് ഉണ്ട് കേട്ടോ. ചിലരുടെയൊക്കെ സമയം ചേഞ്ച് ആകുന്നുണ്ട്. കരിയർ പരമായിട്ടാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഹെൽത്ത് അഫർമേഷൻസ് പറയണം കേട്ടോ. ഇപ്പോൾ ഒരു ഹെൽത്ത് അഫർമേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഏറ്റവും എളുപ്പമായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ മണി അഫർമേഷൻസിനകത്ത് ആ ഒരു മണിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഹെൽത്തിനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. മൈ ഡിയർ മണി എന്ന് പറയുന്നതിന് പകരം മൈ ഡിയർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാത്രം മതി. തീർച്ചയായിട്ടും ബാലൻസ് എല്ലാം കണക്ട് ചെയ്ത് ഒരു 21 പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് പറയണം. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്തിൻ്റെ പാദങ്ങൾ മുതൽ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്ത് വേണം കേട്ടോ അഫർമേഷൻസ് പറയാൻ. മണി അഫർമേഷൻസിനാണെങ്കിലും നമ്മളൊന്ന് സമാധാനപരമായിട്ട് ഇരുന്നിട്ടാണ് അത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും പണം ഒഴുകി വരുന്ന പോലത്തെ ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് വളരെയധികം ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ആനന്ദത്തിൽ ആറാടി തന്നെ നമ്മളത് പറയണം കേട്ടോ. തീർച്ചയായിട്ടും മാറ്റമാണ് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, നാനാ മാർഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പണം അതുപോലെ ഒരു കുത്തൊഴുക്ക് പോലെ ഇങ്ങ് വന്ന് ചേരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മാറുന്ന ആളുകളെ കാണുന്നുണ്ട്. ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എന്തെങ്കിലും സ്പിരിച്വൽ പരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ അസ്ട്രോളജി ആണെങ്കിലും ന്യൂമറോളജി ആണെങ്കിലും ടാറോ ആണെങ്കിലും യോഗയാണെങ്കിലും സ്പിരിച്വൽ മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പ്രാണി ഹീലിങ്, റേക്കി ഹീലിങ്, ഇതൊക്കെ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനൊക്കെ വളരെ നല്ലൊരു സമയമാണ്. അത് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ. സ്പിരിച്വാലിറ്റിയിലേക്ക് ഇപ്പോൾ ഈ സഹസ്രനാമങ്ങൾ ചൊല്ലുക, നിങ്ങളുടെ മതപരമാകുന്ന ധ്യാനങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് അവിടെ ഒരു നേതൃപാഠവം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ മേഖലകളെ കുറച്ചൊന്ന് നമ്മളെപ്പോഴും കണക്റ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അതെല്ലാ മനുഷ്യരിലും വേണം കുറച്ച് സ്പിരിച്വാലിറ്റി. അതല്ലെങ്കിലാണ് തൊട്ടടുത്തിരിക്കുന്ന ഡെവിൾ നമ്മളെ പിടികൂടുന്നത്. ഈ ഡെവിൾ എനർജിയുടെ പ്രസൻസ് നമ്മളിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ
നമ്മൾ കീഴ്പ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ സ്പിരിച്വൽ പാതയിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദൈവവിശ്വാസം ഇല്ലാത്തവരിൽ പോലും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാകും. കാരണം അവരുടെ അറിവ് അവർക്കൊരു സ്പിരിച്വാലിറ്റി ആയിരിക്കും. അത് എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും പവർഫുള്ളായ ഒരു അറിവ് പോലും സ്പിരിച്വാലിറ്റി ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഡബിൾ എനർജി പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസാരത്തെ ബേസ് ചെയ്ത് എടുത്തു ചാടി എന്തെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അതിനെ ബേസ് ചെയ്തൊരു ബന്ധനാവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ജഡ്ജ്മെൻറ്റിങ് ഉണ്ട് അവിടെ കേട്ടോ. ആക്ഷൻ എടുക്കും കേട്ടോ. ആ ഒരു ഡബിൾ എനർജീനെ നിങ്ങൾ പേടിക്കണ്ട. ഒരു പക്ഷേ നിങ്ങൾക്കൊരു കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടാവാം, ബന്ധനം ഉണ്ടാവാം, ശത്രുദോഷം ഉണ്ടാവാം, ഹെൽത്ത് പ്രശ്നം നേരിടാം, സാമ്പത്തികപരമാകുന്ന ചെറിയൊരു ഞെരുക്കം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരാം. പക്ഷേ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിങ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്ന് വേഗം പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഡബിൾ എനർജീനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ടൊരു വ്യവസായത്തിലോ ബിസിനസ് സംബന്ധമാകുന്ന ചെറുകിട ബിസിനസ് ആണെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാർഗവും ഓപ്പണിംഗ് ആയി വരും കേട്ടോ. നിങ്ങൾക്ക് തടസ്സമൊന്നും വരികയില്ല. നിങ്ങൾക്ക് എല്ലാ മാർഗങ്ങളും ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പോസിറ്റീവ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതായത് നിങ്ങളുടെ സമയമായി എന്നാണ് കാണുന്നത് കേട്ടോ. ദ മജീഷ്യൻ എനർജിയും സൺ എനർജിയും മിക്സ് ചെയ്താണ് അവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു. ആ ഒരു ബന്ധനം, ഒരു ഇരയാക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ എനിക്ക് യോഗമില്ല, ഭാഗ്യമില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും പുറത്ത് കടക്കപ്പെടുകയാണ് കേട്ടോ. നിങ്ങൾ സ്വയം ബന്ധനത്തിലായിരിക്കുന്നതാണ്. നിങ്ങളെ ആരും ബന്ധിപ്പിച്ചിട്ടില്ല, നിങ്ങൾ സ്വയം ബന്ധനം അനുഭവിക്കുന്നു എന്നാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വയം ബന്ധന അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരാൻ പോകുന്നു. അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഭയമുണ്ടായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും മക്കളെ, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും നിങ്ങൾക്കൊരു വരുമാനക്കുറവുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല, വരുമ്പം ശത്രുതാഭാവമൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ചില വ്യക്തികൾ നമുക്ക് ജോലി സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആരോടും പ്രതികരിക്കേണ്ട. വൈകുന്നേരം വന്ന് ഫ്രഷായി പണിയെല്ലാം തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കും. അത് ഫെമിനിയൻ ആയാലും മസ്കുലൻ ആയാലും നിങ്ങൾ ചെയ്തോ കേട്ടോ. സ്വസ്ഥമായിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതണം. ഇപ്പം ഒരു വ്യക്തിയിൽ നിന്നും, ഇപ്പോൾ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും മോശമായൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ്, ജോലി ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി എന്നോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നു, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി കെയർ ചെയ്യുന്നു, എന്നോട് വളരെ റെസ്പെക്റ്റോടു കൂടി പെരുമാറുന്നു, എനിക്ക് അത്ഭുതകരമായ ഒരു ചേഞ്ചിങ് ആ വ്യക്തിയിൽ നിന്ന് കാണാൻ സാധിച്ചതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, വൈഫിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കളുടെയൊക്കെ ജീവിതത്തെ ബേസ് ചെയ്തൊക്കെ നിങ്ങളൊരു അഫർമേഷൻസ് ഒരു സ്റ്റോറി പോലൊക്കെ എഴുതണം കേട്ടോ. ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കണം. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ബുക്കിൽ വെറുതെ ഒന്ന് എഴുതി വെക്കണം. ഇന്ന സമയത്ത് ഞാൻ ഇന്നത് മേടിച്ചു, 2026 ഞാൻ 10 സെൻറ്റ് സ്ഥലം മേടിച്ചു, 2027 ഞാൻ വന്നിട്ടില്ലെങ്കിൽ അത് എഴുതിക്കണം. 2027 ഞാൻ 10 സെൻറ്റ് സ്ഥലം ചുറ്റും കെട്ടിത്തിരിച്ച് അതിനകത്ത് മനോഹരമായൊരു കൊച്ചു വീട്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ, ചെറുതൊന്നും നമ്മൾ സ്വപ്നം കാണണ്ടെന്നേ. സ്വപ്നം കാണുന്ന ആരും കാശ് കൊടുത്തിട്ടല്ലല്ലോ. ഞാൻ പണിതു, അതിനകത്ത് എനിക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും ആഡംബരപരമാകുന്ന അല്ലെങ്കിൽ ലക്ഷറി സൈസിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചു, മനോഹരമായ ഗാർഡൻ തീർത്തു, ഞാൻ എൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ന കാറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇന്ന കാറ് വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെക്കണം. ഈ വർഷം ഇന്നത് ചെയ്തു ഞാൻ, ഈ കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനൊക്കെ കൂട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുതണം. ഡിവൈനോട് ഞാൻ നന്ദി പറയുന്നു. ജോലിയൊക്കെ ആണെങ്കിലും, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഏതാണ് അവരുടെ ഫീൽഡിലേക്ക് അവർ പോകാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആക്ഷൻ, അതൊക്കെ അവർ എഴുതണം. നിങ്ങൾ എഴുതണം. നിങ്ങളുടെ മക്കളെക്കുറിച്ചാണെങ്കിലും, എൻ്റെ മകൻ ഇന്ന വർഷത്തിൽ ഇന്ന ജോലി സ്ഥാനം ഇന്ന പൊസിഷനിൽ എത്തിച്ചേർന്നതിന്, അവൻ ഇന്ന ജോബ് കിട്ടിയതിൽ ഞാൻ വളരെയധികം പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് ഒരു കുഞ്ഞു ബുക്കിലൊന്ന് എഴുതി വെക്കണം. നമ്മൾ ഈ ശപിച്ചും കരഞ്ഞും വിഷമിച്ചും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുമ്മാ ഇന്ന് 10 ദിവസം എഴുതിക്കേ.
അതിനൊന്നും ജാതിയും മതവും വർണ്ണവും ഒന്നും നോക്കണ്ട. നമ്മുടെ സ്വപ്നങ്ങളൊന്നും എഴുതുന്നതിന് ഇനി ഹിന്ദുക്കൾക്കാണോ മുസ്ലിം അങ്ങനെയുള്ള ചിന്തകളിലൊന്നും ആരും പോകരുത്. ചിലർ എന്നോട് വാട്സപ്പിൽ ചോദിക്കും അഫർമേഷൻസ് മുസ്ലിങ്ങൾക്ക് എഴുതാമോ എന്ന്. ഏറ്റവും പ്രശ്നം മുസ്ലിംസിനാണ് കേട്ടോ, എഴുതാമോ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. അഫർമേഷൻസ് തന്നെയല്ല മക്കളെ, ഒരു പ്രാർത്ഥനയും നമുക്ക് മുടക്കങ്ങളൊന്നുമില്ല. അത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവായൊരു കർമ്മമാണെങ്കിൽ നമുക്കത് പേടിക്കുകയേ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നവർക്ക് വളരെ പോസിറ്റീവാണ്. ചാരിയേറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമായിട്ടൊക്കെ ഒരു കൺട്രോളിങ്, ഒരു വിൽ പവർ, ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവിലേക്ക് വരണം. കാരണം ഫാമിലിപരമായിട്ടൊക്കെ ചെറിയ ഒരു ഉടക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പാർട്ട്ണറിനെ ബേസ് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളേക്ക്, അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നാണെങ്കിലും ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. ബന്ധങ്ങളിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണലി ഒരു ബ്ലോക്കേജ് ഉണ്ട്, നിരാശയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ വേണ്ടതൊരു മൈൻഡ്, അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയാണ് കേട്ടോ. കുറച്ചൊന്ന് സെൽഫ് ഡിസിപ്ലിനൊക്കെ വേണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുക ഫസ്റ്റ്. പിന്നെ മറ്റുള്ളവരിലേക്ക് ഡിപ്പെൻഡ് ആവാതിരിക്കുക. എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ എടുത്ത് കളയുക. അതൊക്കെ നമുക്ക് ഇമോഷണൽ ബാലൻസിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക്, ഫിനാൻസിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. കർമ്മ ബേസ് ഒന്നും കാണുന്നില്ല ഫിനാൻഷ്യൽ നോക്കിയിട്ട്. അതുപോലെ ചില ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസ്, ഒന്നിലധികം സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്യുന്നവർ, കരിയറിലാണെങ്കിലും ഫാമിലിപരമായിട്ടാണെങ്കിലും മറ്റു ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും ഒന്നിലധികം സിറ്റുവേഷൻസിൽ നിൽക്കുന്നവർ, ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസോടുകൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങളിൽ ആരൊക്കെയോ തേർഡ് പാർട്ടി പ്രസൻസും കൂട്ടത്തിൽ ഒരു സിറ്റുവേഷൻ, ഫാമിലി ആവാം, മറ്റൊരു പ്രണയമാവാം, രണ്ട് സാഹചര്യത്തെ കൊണ്ട് നടക്കുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽറ്റിയാണ് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ. നിങ്ങൾക്ക് കുറച്ച് ടോക്സിക്കാണ്, കുറച്ച് ചോദ്യം ചെയ്യപ്പെടാനും കുറച്ച് ഇമോഷണൽ ഇംബാലൻസിങ് ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു എനർജി വന്നിരിക്കുന്നത്, ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരാളുടെ റീയൂണിയൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക്. അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് പോസിറ്റീവാണ് എന്ന് ഡിവൈൻ പറയുന്നില്ല. ഒരു പക്ഷേ ഒരു ട്രാപ്പ് എനർജിയും ആവാം. സ്നേഹം നടിച്ച് ഉള്ളുകൊണ്ടൊരു വൈരാഗ്യത്തോടു കൂടി പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ടവർ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലിലും ശ്രദ്ധിക്കണം. ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. പക്ഷേ ആ വരുന്ന പണം കറക്റ്റ് ആണോ, നല്ല മാർഗത്തിലൂടെ ആണോ വരുന്നതെന്നും ശ്രദ്ധിക്കണം. സാമ്പത്തികം കൊടുക്കുന്നിടത്തും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ചില സ്വപ്നങ്ങൾ, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ പ്രപഞ്ചം നമ്മളിൽ നിന്നും എടുത്തു കളയും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നൊരു ലോസ് അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എൻഡാക്കി കളയാൻ സാധ്യത കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ട ചില കാര്യങ്ങളാവാം. അത് പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ചില കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് കേട്ടോ. നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഒരു റീയൂണിയൻ പ്രസൻസ് നമ്മളിവിടെ കണ്ടല്ലോ, ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് പാസ്റ്റിൽ നിന്ന് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നുണ്ട്. നിങ്ങളോടാണത് പറയുന്നത്. വേണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതൊരു പൂർണ്ണമാണ് എന്ന് ഏഞ്ചൽസിന് പോലും പറയാൻ തയ്യാറല്ല. ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് പറയുന്നത്. നിങ്ങളെ ആശ്രയിച്ചിരിക്കും പോലെ കേട്ടോ. നിങ്ങളുടെ ആ ഒരു എനർജി പോലെയാണ് നിങ്ങൾ തീരുമാനിക്കുക. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട്. ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചിലർക്കൊരു ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഫാമിലിപരമായിട്ടുള്ളൊരു വിദേശവാസമാവാം, വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരുന്നതാവാം, അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും ഒരു ചേഞ്ചിങ്, ഒരു ട്രാവലിംഗ് എനർജി പ്രസൻസ്. ഒരു പക്ഷേ ഫാമിലിയോട് കൂടിയുള്ളതാവാം, അതല്ലെങ്കിൽ ഒരു നിരാശ, ഒരു ദുഃഖത്തോടു കൂടി ഒരു പക്ഷേ നമ്മൾ വീടൊക്കെ ഒന്ന് മാറുന്നതാവാം, പേരൻസിൻ്റെ ഒക്കെ അടുത്തുനിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് ആവുന്നതാവാം. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പക്ഷേ എന്നാലും നിങ്ങളത് മാറേണ്ടി വരുന്നുണ്ട്, ചേഞ്ച് ആകേണ്ടി വരുന്നുണ്ട്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൻ്റെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്താലും, നിങ്ങൾ മറ്റൊരു ബന്ധത്തിൽ ഫോക്കസ് ചെയ്താലും, പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുമ്പം അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താലും, പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്താലും, ചൂസ് എ ന്യൂ ഡയറക്ഷൻ, കറക്റ്റായ ഒരു ഡയറക്ഷൻ ആയിരിക്കുക നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതായത് അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വ്യക്തതയോടുകൂടി മാത്രം
നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുതിയ അബണ്ടൻസ്, പുതിയ ചില ക്രിയേറ്റിവിറ്റികൾ, ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു സൃഷ്ടി നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി വരാൻ പോകുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുക. ഞാനീ പറഞ്ഞ പോലെ ഒരു വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ വണ്ടി വാങ്ങാനോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ്. ഇത് നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ അതെപ്പോഴും നമ്മൾക്ക് വേണോ, നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിൽ അതിനെ നമുക്ക് മേക്കപ്പ് ചെയ്ത് കടന്നു പോകാൻ പറ്റുമോ എന്ന്, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഉറപ്പോടു കൂടി വേണം എന്ത് കാര്യത്തിനും തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഗൈഡൻസിനെ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു വേണം എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് കേട്ടോ.